സംസ്ഥാനത്ത് യു.ഡി.എഫിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുസ്ലിം ലീഗ് കൂടുതൽ മന്ത്രിമാരെ ആവശ്യപ്പെട്ട് യു.ഡി.എഫിനെ സമ്മർദ്ദപ്പെടുത്തുന്നു എന്ന ആരോപണം പരാജയഭീതിയുടെ ഭാഗമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡീൽ ആരോപണങ്ങൾ ഉയർത്തുന്നത് എൽ.ഡി.എഫ് നിരാശയിലായതുകൊണ്ടാണെന്നും അദ്ദേഹം ആരോപിച്ചു. രാജീവ് ചന്ദ്രശേഖറും എ. വിജയരാഘവനും ഒരേ രീതിയിലുള്ള പ്രസ്താവനകളാണ് നടത്തുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. ഉറപ്പിച്ച പോലെയാണ് അപ്പുറത്തുനിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളൊക്കെ. ഞങ്ങളുടെ വിജയം സുനിശ്ചിതമാണ് എന്ന് കേരളത്തിലൂടെ സഞ്ചരിക്കുന്ന എല്ലാവർക്കും അറിയാം. മീഡിയ ഒക്കെ മുഴുവൻ അത് യു.ഡി.എഫ് അനുകൂല തരംഗമാണ് കേരളത്തിൽ എന്ന് ഏതാണ്ട് എല്ലാവരും ഉറപ്പിച്ച് അത് അവരുടെയൊക്കെ തന്നെ അനലൈസിസിലൊക്കെ വരികൾക്കിടയിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നുമുണ്ട്. എല്ലാ മീഡിയയും ആരും തന്നെ യു.ഡി.എഫിന് വളരെ പിസ്കിറ്റാണെങ്കിലും ഭൂരിപക്ഷം കിട്ടൂല എന്ന് പറയുന്നില്ല. എന്നൊക്കെ വളരെ പിസ്കി പറയുന്നെങ്കിലും ശരി, പറയാതെ പറയുന്നത് യു.ഡി.എഫ് ആണ് ഇത്തവണ എന്നുള്ളതാണ്. അതിൽ അവർ നന്നായി വരണ്ടിട്ടുണ്ടെന്നുള്ളതിനുള്ള തെളിവാണ് ഇന്നലെ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ CPM-ൻ്റെ വക്താവ് ശ്രീ വിജയരാഘവനൊക്കെ ഒരേ പ്രസ്താവന ചെയ്തു. അത് വരേണ്ടതിൻ്റെ ലക്ഷണമാണ്. ഒരേ പ്രസ്താവന, സെയിം, ഒരു വരിയിലോ ഒരു പുള്ളിയിലോ മാറ്റമൊന്നുമില്ല. അവർ വന്നു കഴിഞ്ഞാൽ ലീഗായിരിക്കട്ടോ എന്ന് ഒന്ന് പറഞ്ഞൊന്ന് ആളുകളെ വരട്ടാൻ നോക്കുകയാണ്. ഞങ്ങളെന്താണെന്നുള്ളത് പതിറ്റാണ്ടുകളായി കേരളത്തിനറിയാം. പാലക്കാട് മണ്ഡലത്തിൽ യു.ഡി.എഫിന് ഭൂരിപക്ഷം കൂടുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച അദ്ദേഹം മുസ്ലിം തീവ്രവാദ സംഘടനകളെ ചെറുത്തുതോൽപ്പിച്ചത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണെന്നും പറഞ്ഞു. സഭകളുമായും NSS-ഉമായും മുസ്ലിം ലീഗിന് നല്ല ബന്ധമാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊന്നാനിയിൽ തീവ്രവാദ സ്വഭാവമുള്ളവർക്ക് സ്റ്റേജ് കെട്ടി നൽകിയതായും ആരോപിച്ചു. കെ. കൃഷ്ണൻകുട്ടിയുടെ പേരിൽ പുറത്തുവന്ന ഓഡിയോയെക്കുറിച്ച് പ്രതികരിച്ച കുഞ്ഞാലിക്കുട്ടി കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പുറത്തുവന്നതെന്ന് പറഞ്ഞു. കൃഷ്ണൻകുട്ടി തന്നെ വിശദീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ലീഗ് കോൺഗ്രസും ഒരു മുന്നണിയിലായിട്ട് പോലും ലീഗ് കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്നതല്ലെങ്കിൽ ലീഗ് അധികം മന്ത്രിസ്ഥാനം ആവശ്യപ്പെടും, അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഡീൽ ആരോപണം വലിയ തോതിൽ ഇടതുപക്ഷമാണെങ്കിൽ BJP അവരുടെ എന്താണ് അങ്ങനെ അത്ര ആരോപണങ്ങൾ പേടിച്ചിട്ട്, അല്ലാണ്ട് എന്താ പേടിച്ചിട്ട്. ഉമ്മൻചാണ്ടി, മാണി സാറും ഞാനും അതുപോലെ തന്നെ പിന്നെ രമേശ് ചെന്നിത്തലയും ശ്രീ കെ. കരുണാകരൻ ഞങ്ങളൊക്കെ കൂടെ കേരളത്തിൽ ഒരുമിച്ച് പിന്നെ വലിയ അന്തസ്സായിട്ട് യാതൊരു ഇതും ഇല്ലാതെ പോയതല്ലേ. അത് ഇവർക്കറിയില്ല, പേടിച്ചു പോയതാണ്. വരണ്ടപ്പോൾ ഓരോന്ന് പറയാണ്. അല്ലെങ്കിൽ ഒരേ പ്രസ്താവന ഇലക്ഷൻ്റെ തലേന്ന് രാജീവ് ചന്ദ്രശേഖറും ചെയ്യുന്നു, പിന്നെ BJPയും ചെയ്യുന്നു. വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങളെ വിമർശിച്ച അദ്ദേഹം സർക്കാർ നിർമ്മിച്ച വീടുകളിൽ ആളുകൾ താമസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഭരണപരാജയം മറക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.